പാഠം 842. ഒരു പ്രശസ്തന്റെ പെടാപ്പാടുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ മുന്നണി യോഗം ചേരുന്നു. തലസ്ഥാനത്ത് ചർച്ചകൾ പൊടിപിടിക്കും. ഗോപാലൻ കൂടി ചേർന്നല്ലേ? പഞ്ചായത്ത് കിണർ വൃത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി. അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്താണ് ഈ കിണർ കുഴിച്ചത്. എന്താ മോനട്ടാ? ഗോപാലൻകുട്ടി ചേട്ടന്റെ പടമുണ്ട് പത്രത്തില്. എന്തുപറ്റി? അങ്ങനെ രാജിവെച്ചാ? രാജിവെക്കുമ്പോൾ മാത്രമല്ല ഒരു ജനപ്രതിനിധിയുടെ പടം പത്രത്തിൽ വരുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വരും. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കുന്ന ഗോപാലൻകുട്ടി. കഷ്ടം. ഇതാണോ മോനട്ടാ വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്? എന്താ വലിയ കാര്യമല്ലേ? കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഒരു നാട്ടിൽ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കുന്നത് തീർച്ചയായും വലിയ കാര്യം തന്നെയാണ്. ഓവേ, ഇതൊക്കെ ചുമ്മാ പത്രക്കാരെ സോപ്പിട്ട് പത്രത്തിൽ വാർത്തയും പടമൊക്കെ വരുത്തുന്നല്ലേ. മിക്കവാറും ഇതിനായിട്ട് കാശ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അമേ, നാട്ടിൽ നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും നടക്കുമ്പോൾ അത് നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ് പത്രധർമ്മം. പത്രത്തിൽ വരുന്ന എല്ലാ വാർത്തകൾക്കും അതിന്റേതായ പ്രാധാന്യം. മോഹനേട്ടാ, ഇന്നലെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ വാദിച്ച് ജയിച്ച കേസിന്റെ കാര്യം മോഹനേട്ട അറിഞ്ഞല്ലേ? ഒരു സാധാരണക്കാരനായ യോഹന്നാൻ ചേട്ടന് 24,000 രൂപയുടെ കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റി ബോർഡുകാർ അയച്ചു. പരാതിയായിട്ട് ചെന്നപ്പോ കണക്ഷൻ കട്ട് ചെയ്ത് കളയൊന്നും ഭീഷണിപ്പെടുത്തി. ഒടുവിൽ ഞാൻ കേസ് വാദിച്ച ഇലക്ട്രിസിറ്റി ബോർഡിനെ കൊണ്ട് മൂക്കോണ്ട് ഇക്ഷ വരപ്പിച്ചില്ലേ. 24,000 രൂപ അടയ്ക്കണ്ടെന്ന് മാത്രമല്ല, യോഹന്നാൻ ചേട്ടന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി 5,000 രൂപ അങ്ങോട്ട് കൊടുക്കാനും പറഞ്ഞു. ഇതൊരു വലിയ കാര്യമല്ലേ? അത്ര വലിയ കാര്യമൊന്നുമല്ല, എന്നാലൊരു കാര്യമാണ്. എന്നിട്ട് അത് പത്രത്തിൽ വന്നു? ഇല്ല. നാട്ടിൽ ആരെങ്കിലും അതൊന്ന് പറഞ്ഞോണ്ട് നടന്നോ? അതും ഉണ്ടായില്ല. ഫോണിൽ വിളിച്ചൊന്ന് അഭിനന്ദിക്കാൻ പോലും ആരും ഉണ്ടായില്ല. പക്ഷെ നോക്കി, ആ പൊട്ടക്കണ്ടിൽ ഇറങ്ങിയതിന്റെ പേരിൽ ഗോപാലൻകുട്ടി ചേട്ടന്റെ പടം പത്രത്തില്. ഇതുകൊണ്ടാ ഞാൻ പറയുന്നത് പത്രക്കാർക്കൊന്നും വിവരമില്ലെന്ന്. ഹലോ. ആ, എന്തുണ്ട്? എനിക്ക് എന്തോന്ന് വിശേഷം വിദ്യ. രാവിലെ എഴുന്നേറ്റു, അടുക്കളപ്പണി തുടങ്ങി, അത്ര തന്നെ. അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഞാനിപ്പോ മോഹനേട്ടനോട് അക്കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് കേസിന്റെ വിധി വന്നതല്ലേ. ഇതുവരെ ഒരാൾ പോലും വിളിച്ചില്ല എന്നുള്ളതാ. എന്തൊരു മനുഷ്യനാണ് നമ്മുടെ നാട്ടിലുള്ള നോക്കണേ. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ആളാവുന്ന കാണുമ്പോ ആർക്ക് സഹിക്കൂലല്ലോ. എന്ത് ചെയ്യാനാ? ശരി, ആഫീസ് വെച്ച് കാണാം. നീ എന്തിനാണ് വെറുതെ ആണുങ്ങളെ കുറ്റം പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവുന്നത്. ഒരു സാധാ കേസ് വാദിച്ചു ജയിച്ചു എന്നതിന്റെ പേരില് നിന്റെ പടം പത്രത്തിന്റെ മുൻപേജ് കൊടുക്കണമായിരുന്നു. അതൊന്നും വേണ്ട. എന്നാലും അകത്തെ പേജിൽ ഒരു ചെറിയ കോളം വാർത്ത എങ്ങനെ കൊടുത്തുവിടായിരുന്നു? നാളെ നമ്മുടെ ആളുകളോട് ഇലക്ട്രിസിറ്റി ബോർഡുകാരെ അന്യായം കാണിക്കാതിരിക്കാൻ അത് സഹായിക്കില്ലായിരുന്നു മോനട്ടാ. ഹമേ, നീ കേസ് ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വാർത്ത എന്ന് പറയുന്നത് എന്ത് ചെയ്തു എന്നുകൊണ്ട് മാത്രം തീരുന്നതല്ല, ആര് ചെയ്തു എന്നുകൂടി പ്രധാനമാണ്. നീ എല്ലാ ദിവസവും ഈ വീടിന്റെ മുറ്റം തൂത്ത് വൃത്തിയാക്കുന്നുണ്ടല്ലോ. അതിനെന്തെങ്കിലും പുതുമയുണ്ടോ? ഇല്ല. പക്ഷേ പ്രധാനമന്ത്രി ചൂലെടുത്ത് റോഡടിച്ച് വൃത്തിയാക്കിയപ്പോ പത്രങ്ങൾ മുഴുവൻ വലിയ വാർത്ത വന്നു. എന്തുകൊണ്ടാ? അത് ചെയ്തത് പ്രധാനമന്ത്രി ആയതുകൊണ്ട്. ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്ത് ചെയ്തു എന്നതിനേക്കാൾ ആര് ചെയ്തു എന്നുള്ളത് വാർത്തയിലെ ഒരു പ്രധാന ഘടകമാണ്. ഞാൻ മുറ്റ പഠിക്കുന്ന പത്രത്തിൽ വരണമെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ, ഒരു കേസ് വാദിച്ചു ജയിച്ച കാര്യമല്ലേ. നിന്നെ പോലെ 900 വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ചെറുതും വലുതുമായ പല കേസുകളും വാദിക്കാറുമുണ്ട്, ജയിക്കാറും ഉണ്ടായിരിക്കും. പക്ഷേ അതിനൊന്നും ഒരു പുതുമയില്ല.
ഏതെങ്കിലും ഒരു സിനിമാ നടൻ കോടതിയിലെത്തി ഒരു കേസ് വാദിച്ചാൽ അത് വാർത്തയാകും. കേസ് ജയിച്ചില്ലെങ്കിൽ ഒരു പത്രവാർത്ത സൃഷ്ടിക്കാൻ മാത്രം ഒരു വലിയ ആള് നീ ആയില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കൊമ്പത്തെ വില്ലേജ് ഓഫീസറാണെന്ന് പറഞ്ഞു കിടക്കുന്ന മോഹനേട്ടന്റെ പടവും ഇതുവരെയായിട്ട് ഒരു പത്രത്തിൽ വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? അതായത് മോഹനേട്ടൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ ഒരു വലിയ ആളല്ല മോഹനേട്ടനും. എനിക്ക് അത് കേട്ടാ മതി. ഇപ്പോ നിന്റെ ശരിയായ പ്രശ്നം എന്താണ്? നീ വലിയ ആളാണ് എന്ന് നാട്ടുകാർ സമ്മതിക്കണം എന്നുള്ളതാണോ, ഞാൻ വലിയ ആളല്ല എന്ന് ഞാൻ സമ്മതിക്കണം എന്നുള്ളതാണോ? ഞാൻ ഇത്രയും വലിയൊരു കേസ് ജയിച്ചിട്ടും ആരും എന്നെ അംഗീകരിച്ചില്ലല്ലോ. ഇനി എനിക്ക് ഒരാളുടെ അംഗീകാരം വേണ്ട. തീർന്നല്ലോ പ്രശ്നം. തീർന്നില്ല. എന്റെ പേര് പത്രത്തിൽ വന്നില്ല എന്ന് നീ പറഞ്ഞത് ശരിയായില്ല. പത്രത്തിൽ പേര് വരുന്നത് മാത്രമല്ലല്ലോ അംഗീകാരം. ഈ നാട്ടുകാർക്കൊക്കെ കെ മോഹനകൃഷ്ണൻ സാറിനോട് എന്ത് ബഹുമാനമാണെന്ന് എനിക്കറിയാമല്ലോ. എനിക്കും അറിഞ്ഞൂടെ. കഴിഞ്ഞ ദിവസം ഞാൻ റോഡിലൂടെ നടന്നു വരുമ്പോൾ എന്റെ മുന്നിലൂടെ ഒരു കുട്ടി സൈക്കിളിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണു. ഞാൻ ഓടിച്ചെന്ന് അവനെ വാരിയെടുത്ത് അവന്റെ ദേഹത്തുണ്ടായിരുന്ന പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചയച്ചു. അന്ന് വൈകിട്ട് ഞാൻ ആഫീസിൽ നിന്ന് വരുമ്പോൾ ചായക്കടയിലെ ചർച്ച ആ സംഭവമായിരുന്നു. എല്ലാവരും എന്നെ പുകഴ്ത്തി പുകഴ്ത്തി സംസാരിച്ചു. റോഡിൽ വീണ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചതിന്. ഞാൻ പറഞ്ഞില്ലേ, റോഡിൽ വീണ ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് നീ ആയിരുന്നുവെങ്കിൽ ആരും അത് പറയാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ നാട്ടിലെ വില്ലേജ് ഓഫീസറാണ്, വളരെ പ്രശസ്തനാണ്. ഞാനൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും അത് വലിയ വാർത്തയായി മാറും. ഇങ്ങനെ ആകുന്നത് ആമേ. നാട്ടിലെ അറിയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളുകൾ ഉണ്ടാവും. നീ ഒരു സാധാരണ വക്കീലായതുകൊണ്ട് നീ ചെയ്യുന്ന വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആളുകൾ അംഗീകരിക്കില്ല. മോഹനേട്ടൻ വലിയ ആളാണ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരാളെ മോഹനേട്ടൻ ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടുള്ളൂ. അത് മോഹനേട്ടൻ മാത്രമാണ്. ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ആളാണെന്ന് മോഹനേട്ടൻ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മതിയോ? ബാക്കിയുള്ളവരോട് അങ്ങനെ തോന്നുന്നുണ്ടേ. നിനക്കൊഴിച്ച് നാട്ടിലുള്ള എല്ലാവർക്കും കെ മോഹനകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. ഈ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം എനിക്കറിയാമോ? ഞാൻ വിജയന്റെ ഹോട്ടലിൽ ഇരിക്കുമ്പോ ഒരു വയസ്സായ മനുഷ്യൻ കയറി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ 10 രൂപയേ ഉള്ളൂ. നല്ല വിശപ്പുണ്ടായിരുന്നു. വിജയൻ പറഞ്ഞു 2 ഇഡ്ഡലിയെ തരാൻ പറ്റുള്ളൂ. പക്ഷേ അത് കേട്ടതും ഞാൻ എഴുന്നേറ്റ് ചെന്ന് വിജയനോട് പറഞ്ഞു, വിജയ, അദ്ദേഹത്തിന് 3 ഇഡ്ഡലിയും ഒരു ചായയും കൂടി കൊടുത്തോളൂ എന്ന്. കൂടുതൽ വെറുതെ എത്ര രൂപയായാലും ഞാൻ കൊടുത്തോളാം എന്ന്. ഓ, അന്ന് വൈകിട്ട് ആഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ പഞ്ചായത്ത് മെമ്പർ സുഗുണനെ ഒന്ന് കണ്ടുപോയി. ഓ, അപ്പൊ സുഗുണം പറഞ്ഞെന്താന്നറിയാമോ? എന്താണ്? നമസ്കാരം മോഹനകൃഷ്ണൻ സാറേ. നമസ്കാരം. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. മെമ്പർക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല സാറേ. പിന്നെ സാറിനെ ഞാനൊന്ന് കാണാതിരിക്കുകയായിരുന്നു. എന്താ കാര്യം? കൈവശാപായ സർട്ടിഫിക്കറ്റ് ആണോ പോക്കുവരാണോ? ഓഫീസ് കാര്യമൊന്നും അല്ല, പേഴ്സണലാണ്. എന്താ? സാറ് കഴിഞ്ഞ ദിവസം വിജയന്റെ ഹോട്ടലിൽ വെച്ച് വയസ്സായ ഒരാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തു. മെമ്പർ നളിനി എന്നോട് പറഞ്ഞത്. ആ ഹോട്ടലിൽ നളിനി ഉണ്ടായിരുന്നു. വിശന്ന് കയറി വന്ന ആ മനുഷ്യൻ ദയനീയമായി അവിടെ ഉണ്ടായിരുന്നവർ നോക്കിയെന്നും ആരും മൈൻഡ് ചെയ്തില്ല എന്നും 2 ഇഡ്ഡലിയെ തരുമെന്ന് വിജയം പറഞ്ഞു എന്നും ഉടനെ സാർ എണീറ്റ് അയാൾക്ക് 3 ഇഡ്ഡലിയും ചായയും വാങ്ങി കൊടുത്തു എന്നൊക്കെ അവള് പറഞ്ഞു. ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നപ്പോ അവള് പറയുക, മോഹനകൃഷ്ണൻ സാറിനെ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാ വേണ്ടെന്ന്. എന്ത് നല്ല മനുഷ്യനെന്ന്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ വില്ലേജ് ഓഫീസിലെ കാര്യമൊക്കെ ആര് നോക്കും മെമ്പറെ? അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് ഭരിച്ചാൽ മതി. വേണമെങ്കിൽ കെ മോഹനകൃഷ്ണൻ സാറിനൊന്ന് മാതൃക ആയിക്കോളൂ.
വിജയന്റെ ഹോട്ടലിൽ വെച്ച് ആ മനുഷ്യനെ സഹായിച്ചതുപോലെ ഇനിയും കെ മോഹനൻ സാറ് ഒരുപാട് പേരെ അങ്ങ് സഹായിച്ചു കളയുമേ. വിജയന്റെ ഹോട്ടലിൽ ഇരുന്ന വേറെ ആരെങ്കിലും ആയിരുന്നു അദ്ദേഹത്തിന് ചായ വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അത് വാർത്തയാവില്ലായിരുന്നു. പക്ഷേ അത് ചെയ്തത് വില്ലേജ് ഓഫീസർ കെ മോഹനൻ സാർ ആയതുകൊണ്ട് മാത്രം അത് വലിയ വാർത്തയായി മാറി. ഇപ്പൊ എനിക്ക് മനസ്സിലായല്ലോ, പ്രശസ്തരായ ആളുകൾ ചെയ്യുന്നതും പ്രശസ്തമാകും എന്ന്. നീ പ്രശസ്തയല്ലാത്തതുകൊണ്ട് നീ ചെയ്ത നാട്ടുകാരും അറിഞ്ഞില്ല. വക്കീലേ, ആ ഉത്തമനാണ്. നീ ഇന്നലെ കേസ് വാദിച്ച് ജയിച്ചതിന്റെ പേരിൽ ഉത്തമം പോലും നിന്നെ ഒന്ന് വിളിച്ച് അഭിനന്ദിച്ചില്ലല്ലോ ഭാമേ. ഇതാണ് നിനക്ക് നാട്ടിലുള്ള വില. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ചെല്ല്. പൊയ്ക്കോ. നമസ്കാരമുണ്ട് വക്കീലേ. ആ തോമസുടെ ചെക്ക് കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അവൻ ഇന്നലെ സമൻസ് കിട്ടി. തോമസുരുടെ കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. യോഹനൻ ചേട്ടന്റെ കേസ് ഞാൻ വാദിച്ചു എന്നുള്ള കാര്യം ഉത്തമൻ അറിയാമോ? അറിയാ. ആ കേസ് വക്കീൽ ജയിച്ചല്ലോ. അത്രയും വലിയൊരു കേസ് ഞാൻ ജയിച്ചിട്ട് ഒന്ന് ഫോൺ ചെയ്ത് ഒരു നല്ല വാക്ക് പറയാൻ ഉത്തമന് തോന്നിയോ? ഇല്ലല്ലോ. നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യനാണ് ഉത്തമ ഇത്. അയ്യേ, അല്ല വക്കീല കേസ് ഏറ്റെടുത്തപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നല്ലോ വക്കീല കേസ് ജയിക്കുന്നുള്ള കാര്യം. വക്കീല് ഭയങ്കര സംഭവല്ലേ. ഈ വക്കീലിന്റെ കഴിവ് വെച്ച് യോഹന്ന ചേട്ടന്റെ കേസ് ജയിച്ചത് ഒരു ചെറിയ കാര്യമല്ലേ. ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ കേസുകൾ വക്കീൽ ജയിക്കാണ്ടിരിക്കുന്നു. ഉത്തമ, ഒരു കേസിന്റെ കാര്യം പറയാൻ വരുമ്പോൾ വക്കീലിനെ സോപ്പിടുന്നത് നല്ലതാണ്. ഫീസ് വളരെ കുറഞ്ഞിരിക്കും. പക്ഷേ സോപ്പിടുമ്പോൾ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലെങ്കിൽ കേൾക്കുന്നവർ ചിരിക്കും. ഞാൻ സാറേ, ഞാൻ അങ്ങനെ സോപ്പിട്ടൊന്നുമല്ല. എനിക്കത് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നാട്ടിൽ സംസാര വിഷയമാകുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ, അതെന്താണോ എന്തോ എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും നാട്ടുകാർ അതേപ്പറ്റി അങ്ങ് ഭയങ്കരമായിട്ട് സംസാരിക്കില്ലേ? എന്തുകൊണ്ടാണ്? അത് പിന്നെ അത് ചെയ്യുന്നത് കെ മോഹനൻ സാറാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ സംസാര വിഷയമാവാതിരിക്കും? അങ്ങനെ ഞാൻ ചെയ്തത് കൊണ്ട് മാത്രം സംസാര വിഷയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉത്തമനെടുത്ത് പറയൂ. അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണം ഓർത്ത് പറ ഉത്തമ. ഉദാഹരണത്തിന് ഒരു ദിവസം മോഹനടൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വഴിയരികിൽ ഒരു പൂച്ച ചത്തു കിടക്കുന്നത് കണ്ടത്. മോഹനേട്ടൻ ഉടനെ അതിനെ എടുത്ത് അടുത്തുള്ള പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ സംഭവം കാട്ടുതീ പോലെ നാട്ടിലാകെ പടർന്നു. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണ സാർ ഒരു പൂച്ചയെ കുഴിച്ചിട്ടു. മോഹനകൃഷ്ണ സാർ ഒരു സംഭവം തന്നെ എന്തൊക്കെ പറഞ്ഞു ഒരു ബഹളം തന്നെയായിരുന്നു. എനിക്ക് മനസ്സിലായി. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ നാട്ടിൽ കെ മോഹനൻ സാറുള്ള നിലയും വിലയും അംഗീകാരവും വെച്ച് ഞാൻ എന്ത് ചെയ്താലും അത് വാർത്ത. നീ എന്തൊക്കെ ചെയ്താലും ആളുകൾ അത് ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഉത്തമ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് പിന്നെ സാറ് വില്ലേജ് ഓഫീസർ ആണല്ലോ. സാറിന്റെ ഓരോ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവരെ പോലുള്ളവർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. സ്വന്തം ബുദ്ധി കൊണ്ട് ഒന്നും മനസ്സിലാക്കില്ല. മറ്റുള്ളവർ പറയുമ്പോഴേ ഭർത്താവിന്റെ വില ഇവൾ മനസ്സിലാക്കൂ. എന്ത് ചെയ്യാനാ? ഇപ്പൊ കുറച്ച് മനസ്സിലായി കാണും. എന്താണ് വക്കീലെ ശരിക്കുള്ള പ്രശ്നം? ശരിക്കുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇന്നലെ അത്രയും പ്രധാനപ്പെട്ട ഒരു കേസ് ഞാൻ വാദിച്ച് ജയിച്ചിട്ടും എന്നെ ഒരാൾ പോലും വിളിക്കാൻ ഇവിടെ ഉണ്ടായിട്ടില്ല. നമസ്കാരം സാർ. നമസ്കാരം. ദാസപ്പൻ കഴിഞ്ഞ കൊല്ലത്തെ കരം തീർത്തിട്ടില്ലല്ലോ. അത് മാർച്ചിനും അടയ്ക്കേണ്ടല്ലേ? സമയം കിട്ടിയില്ല സാർ. ഈ ആഴ്ച കൊണ്ടുവന്ന് ഞാൻ അടച്ചോളാം. സമയക്കുറവുണ്ടെങ്കിൽ പൈസ എന്റെ കയ്യിൽ തന്നാ മതി. ഞാൻ കരം തീർത്ത രസീത് ദാസപ്പനെ ഏൽപ്പിക്കാം. അയ്യോ, വില്ലേജ് ഓഫീസറുടെ കയ്യിൽ പൈസ കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ
കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ സമയമില്ലാത്തവർക്കും ഓർമ്മയില്ലാത്തവർക്കും ഒക്കെ സഹായം ചെയ്യാനാണല്ലോ ഞാൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്നത്. എങ്കിൽ പൈസ തരാം സാർ. കഴിഞ്ഞ തവണ 83 രൂപയാണ് അടച്ചത്. ആ, കണക്ക് നോക്കിയിട്ട് ബാക്കി വൈകുന്നേരം കാണുമ്പോ തരാം. ശരി സാർ. ആ സാറേ, ആ, യോഗന്നൻ ചേട്ടന്റെ കേസ് ബാധിച്ചത് സാറിന്റെ ഭാര്യയാണല്ലേ? അതെ. എന്തായാലും വക്കീലിനെ സമ്മതിക്കണം. ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ കർണത്ത് അടി കിട്ടിയ പോലെ ആയില്ലേ? വക്കീലുമാരായാൽ ഇങ്ങനെ വേണം. ഇന്നലെ ക്ലബിലൊക്കെ അതായിരുന്നു ചർച്ച. ഞാൻ പറഞ്ഞു, മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യയല്ലേ, തന്റെ ഒട്ടും കുറയില്ല എന്ന്. എന്തായാലും വക്കീലിനെ പറ്റി നാട്ടുകാർക്ക് വലിയ ബഹുമാനമാണെന്നൊന്ന് പറഞ്ഞേക്കണേ സാറേ. പറയാം. എന്നാലും വക്കീലാളൊരു സംഭവം തന്നെ. യോഹന്നാൻ ചേട്ടന് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല 5000 രൂപ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു. വക്കീലിന് ഒരുപാട് കേസൊക്കെ ഉണ്ടെന്ന് അറിയായിരുന്നെങ്കിലും ഇത്ര പുള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനൊരു കേസ് ജയിക്കുന്നത് ചെറിയ കാര്യമാണോ? ഇന്നലെ വൈകിട്ട് പ്രേമലതയുടെ ബ്യൂട്ടി പാർലറിൽ ചെന്നപ്പോ അവിടെ ഇത് തന്നെയാണ് സംസാരം. ആണോ? പ്രേമലതയൊക്കെ കൂടി പെണ്ണുങ്ങൾക്കായിട്ട് ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ പ്രസിഡന്റായി സത്യഭാമ വക്കീലിനെ കിട്ടുമോന്ന് എന്നോട് ചോദിച്ചു. നല്ല രസമായിരിക്കും മോഹനേഷ സാറിന്റെ ഭാര്യ പെണ്ണുങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റ് ആയാൽ. സംഭവം അറിഞ്ഞാലേ സാറ് വക്കീലിനെ അന്ന് ഡൈവേഴ്സ് ചെയ്യും. അങ്ങനെ സാറ് വക്കീലിനെ ഡൈവോഴ്സ് ചെയ്ത സാറ് തന്നെയാ നഷ്ടം. വക്കീലിന് ഇപ്പൊ ഒരു ചുക്കും പറ്റായില്ല. ഇന്നലെ യോഗനാൻ ചേട്ടന്റെ കേസ് ജയിച്ചോടെ വക്കീല് വലിയ ആളായില്ലേ. ഇനി വക്കീല് കൈനേറേ കേസായി. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രൊഫസറെ, മോഹനേഷ സാറിന്റെ ഭാര്യ ആയതുകൊണ്ടാ വക്കീൽ ഇത്രയും വലിയ ആളായത്. നല്ല ഒന്നാം തരം ലോ പോയിന്റുകൾ സാറ് വക്കീലിന് പറഞ്ഞു കൊടുക്കില്ലേ? അതിന് സാറിന് എന്ത് ലോ പോയിന്റ് അറിയാന്നാ? ഇത് വക്കീലിന്റെ മാത്രം സാമർഥ്യമാണ് ശിശുപാലൻ ചേട്ടാ. അങ്ങനെ പറയരുത് കാഞ്ഞിര സാറേ. മോഹനേഷ സാറിന് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ലോകത്ത്? ഓ, രാഷ്ട്രീയമായാലും സാഹിത്യമായാലും ചരിത്രമായാലും സാറിന് അതെല്ലാം കാണാപ്പാടാ. അങ്ങനെ ഒരാളുടെ ജീവിച്ചാൽ ആർക്കും വിവരം ഉണ്ടായിപ്പോവും. അങ്ങനെ ഒരാളുടെ കൂടെ 6-7 കൊല്ലം ജോലി ചെയ്തിട്ടും നമുക്കൊന്നും ആ വിവരം ഉണ്ടായില്ലല്ലോ. ശിശുപാലൻ ചേട്ടൻ വെറുതെ ഇതിന്റെ ക്രെഡിറ്റ് മോഹനേഷ് സാറിന് കൊടുക്കാൻ നോക്കണം. ഇത് വക്കീലിന്റെ മിടുക്ക് തന്നെയാ. വക്കീലിന് മിടിക്കില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ മോഹനേഷ സാറിന്റെ സഹായം കൂടെ ഉണ്ടായി കാണുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കേസ് വാദിക്കുന്നത് ജഡ്ജിയുടെ മുന്നിലല്ലേ ശിശുപാലൻ ചേട്ടാ? അവിടെ ചെന്നിട്ട് എന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കേസ് ജയിക്കണമെങ്കിൽ നിയമം പഠിച്ചു വാദിക്കണം. ആ, മോഹനേഷ് സാറിനാണെങ്കിൽ വെറുതെ ബഹളം ഉണ്ടാക്കാനല്ലേ അറിയൂ. നമസ്കാരം സാർ. നമസ്കാരം. സാർ, നമ്മള് വെറുതെ വക്കീലിനെ പറ്റി ഓരോന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ജോലി ചെയ്തോളൂ. സാറേ, ഇന്നലെ വക്കീല് കലക്കി. നാളിലേക്ക് ഇപ്പൊ അതാ സംസാരം. എന്നാലും വക്കീലിനെ സമ്മതിക്കണം. സാറിന്റെ ഭാര്യ തന്നെ. ഭാമ എന്റെ ഭാര്യയാണെന്നുള്ളതിന് എനിക്ക് ശിശുപാലന്റെ സമ്മതപത്രത്തിന് ആവശ്യമില്ല. ശിശുപാലൻ ചേട്ടാ, സാറിന്റെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചോ? വക്കീൽ ആളാവുന്നതിലൊരു അസൂയ ഉണ്ടോന്നൊരു സംശയം. ഞാനറിഞ്ഞില്ല. നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞുണ്ടാക്കണ്ട. പിന്നെ ഇതാ നമ്പര്. ശരി. ശിശുപാലൻ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതാണ് ശശിയോ? നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി? അത് കിട്ടി. ഞാൻ ഒരു പോക്കുവരവിന്റെ അപേക്ഷയായിട്ട് വന്നതാ. പ്രൊഫസറിന്റെ കൊടുത്താൽ മതി.
നമസ്കാരം. ആരാ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. സുരേന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസറാ. എന്താ സാറേ കാര്യം? വില്ലേജ് ഓഫീസറില്ലേ? സാറകത്തുണ്ട്. ഞാനൊരു സമൻസുമായി വന്നത്. സമൻസോ? സാറിനോ? സാറിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ആരുമില്ല. വഴിയിൽ ഒരാളോട് ചോദിച്ചപ്പോഴാ വിലാസക്കാരൻ വില്ലേജ് ഓഫീസറാണെന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ നേരെ ഇങ്ങ് പോന്നു. എന്നിട്ട് സമൻസോ സാറേ? ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു. ഇവിടെ വെച്ചല്ല, അങ്ങ് തൊടുപുഴയിൽ വെച്ച. ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിന് പോലീസ് തടഞ്ഞു നിർത്തി. പിഴയടയ്ക്കാൻ കാശില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കേസാക്കിയതാ. മോഹനേഷ് സാറോ? സാർ എന്താ ഈ പറയുന്നത്? അതിന് സാറിന് വണ്ടിയില്ലല്ലോ. കെ മോഹനകൃഷ്ണൻ, തൈപ്പറമ്പിൽ, കാന്തല്ലൂർ PO എന്ന് പറയുന്നത് പുള്ളിക്കാരനല്ലേ? അഡ്രസ് ശരിയാ. എന്നാ പുള്ളിക്കാരൻ തന്നെ ആള്. ഞാനൊന്ന് കാണട്ടെ. അല്ല സാർ നിൽക്കണേ സാർ, ഞാൻ സാറിനോടൊന്ന് പറയാം, എന്നിട്ട് സാറിനെ കാണാം. ശശി പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരൂ. ശരി. സാർ, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? ഒരു പോലീസുകാരനാ. സാറിനെന്തോ സമൻസുമായിട്ടാ വന്നിരിക്കുന്നത്. ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിനാ. എന്തോ അബദ്ധം പറ്റിയാണെന്നാ തോന്നുന്നത്. സാറൊന്ന് വന്നേ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ്? ഒരു സമൻസ് ഉണ്ട് സാറേ. എന്തിനാ? ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതിന്. തൊടുപുഴയിലെ കേസാ. ഞാനോ? കെ മോഹനകൃഷ്ണൻ, തൈപ്പറമ്പിൽ വീട്, കാന്തല്ലൂർ PO. ഏത് വണ്ടിയാ ഞാൻ ഓടിച്ചത്? ഒരു കാറ്. സാറിന്റെ പേരെന്താണ്? സുരേന്ദ്രൻ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഞാൻ വണ്ടി ഓടിച്ചു എന്ന് നിങ്ങൾ പോലീസുകാർ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? പക്ഷേ ഈ അഡ്രസ് അതെന്റെ തലവേദന അല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ തൊടുപുഴ എന്ന സ്ഥലത്ത് പോയിട്ട് പോലുമില്ല. വെറുതെ ഇങ്ങനൊരു കടലാസം കൊണ്ടുവിടുന്നതിൽ എങ്ങനെ ശരിയാവും സാർ? മോഹനേഷ് സാർ പറയുന്ന പച്ച പരമാർത്ഥ സാറേ. ഇതെന്തോ അബദ്ധം പറ്റിയതാ. മോഹനേഷ് സാറിന് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിച്ച് പിടിച്ച ആളുടെ ഐഡി വല്ലതുണ്ടോ സാറേ? അല്ല, അയാളുടെ അയാളോട് ലൈസൻസ്. ലൈസൻസ് ചോദിച്ചാണോല്ലോ. അതിപ്പോ ഓവർ സ്പീഡിന് പിടിക്കുമ്പോൾ ലൈസൻസ് ചോദിക്കാറുണ്ട്. ഫൈൻ അടയ്ക്കാൻ പറയും. ഫൈൻ അടയ്ക്കാതിരുന്ന കേസാക്കും. അതിപ്പോ കേസാക്കുന്നത് അയാൾ പറഞ്ഞിരുന്ന മേൽവിലാസത്തിലാണോ? സർ, കയ്യിൽ ID വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന അഡ്രസ് എഴുതിയെടുക്കും. അപ്പൊ അതാണ് കാര്യം. ഏതോ ഒരുത്തനെ പിടിച്ചു. അഡ്രസ് വെച്ചപ്പോ സാറിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. സാറിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. അതായിരിക്കും കാര്യം സാർ. എന്തായാലും ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. മാന്യനും മര്യാദക്കാരനുമായ വില്ലേജ് ഓഫീസറെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയ ഏതോ ഒരാൾ ഈ നാട്ടിലുണ്ട്. അയാളെ പോയി പിടിച്ചാ മതി. സാറേ, മോഹനേഷ് സാറിനോട് വഴക്കിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. കളക്ടറുമായി പോലും വലിയ അടുപ്പമുള്ള ആളാ സാറ്. സാറിന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമയെ സാറിന് അറിയായിരിക്കും. ഭയങ്കര വക്കീല. നിങ്ങൾ സാറിന്റെ എതിരെ കേസുമായിട്ട് വന്നിട്ട് ഒടുവിൽ നിങ്ങൾ അതിൽ പ്രതിയാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാലും എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റണില്ല. ഇന്ന് രാവിലെയും കൂടി ഞാൻ മോഹനേഷ് സാറിനെ കണ്ടതല്ലേ. സംഭവം സത്യമാണെന്നേ. പോക്കുവരവിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാ ആ പോലീസുകാരൻ വന്നത്. ഒരു കാര്യമില്ലായിരുന്നെങ്കിലേ പോലീസുകാരൻ വില്ലേജ് ഓഫീസിൽ കയറി വരുമോ? മോഹനേഷ് സാർ വണ്ടി ഓടിക്കും എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാ. അത് ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാല്? ഓവർ സ്പീഡ് എന്നൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചാ സമൻസുമായിട്ട് പോലീസ് വരുമോ? സംഗതി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചായിരിക്കും. മോഹനേഷ് സാറോ? സാറ് വണ്ടി ഓടിക്കുന്നു നമുക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ വിശ്വാസമായില്ലേ? അതുപോലെ സാറ് കള്ളു കുടിക്കുകയും ചെയ്യുമായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ ഇക്കാര്യം നമ്മുടെ കേളപ്പഞ്ചേട്ടനോട് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറയുക
സംഗതി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചത് തന്നെയാണെന്ന്. ദാ, മോനേഷ് സാർ വരുന്നു. ആ ദാസപ്പനെ ഇവിടെ വെച്ചാണ് നന്നായി. ദാ, കരം തീർത്ത രസീത് ആകെ 83 രൂപ. ബാക്കി 17 രൂപ. സാറ് കള്ളു കുടിക്കുമല്ലേ? ഞാനോ? സാർ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസുകാർ തിരക്കി വന്ന കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഈ പച്ചക്കൾ ആര് പറഞ്ഞു? പറഞ്ഞതാരായാലും എന്താ സാറേ, സംഭവം സത്യമല്ലേ? എന്നാലും സാർ ഇത്തരക്കാരനാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മദ്യപിച്ചിട്ടുമില്ല, വണ്ടി ഓടിച്ചിട്ടുമില്ല. എന്റെ ഏതോ ശത്രു ചെയ്ത വേല ഇത്. ഇതൊക്കെ പിടി വീണ് കഴിയുമ്പോ എല്ലാവരും പറയുന്നതാ. എന്നാലും സാർ ആള് കൊള്ളാലോ. ഹലോ, അതെ സോണനാണ്. ആ ബിരാനിക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെയോ? ആ അതിനെന്താ, ബിരാനിക്കർ ഉച്ചയാവുമ്പോ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നാൽ മതി. ആ നമുക്ക് പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കാം. ഞാൻ അവിടെ കാണും. ശരി. സാർ ആഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. വൈകിട്ട് 5:10 ഞാൻ ഇതുവഴി പോകുന്നത് കാണുമ്പോ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരികയാണ് എന്ന്. ആ അങ്ങനെ വാശി പിടിക്കണ്ട സാറേ. ഇവിടുത്തെ നാട്ടുകാർക്ക് സാറിനെ കുറിച്ച് വേറെയും ധാരണകളുണ്ട്. കള്ളു കുടിക്കില്ല, വണ്ടി ഓടിക്കില്ല എന്നൊക്കെ. അത് മാറിയില്ലേ? മാറിയോ? എങ്ങനെ മാറി? സാറ് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചെന്നും സമൻസുമായി പോലീസുകാർ വില്ലേജ് ഓഫീസിൽ വന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു സാറേ. സാർ ആള് കൊള്ളാലോ. നമ്മുടെ സത്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാലും സാർ ഒരു ന്യായവും പറയണ്ട. ഞങ്ങളെയൊക്കെ എന്ത് ഉപദേശമായിരുന്നു? കള്ളു കുടിക്കരുത്, വാഹനം ഉപയോഗിക്കരുത്, നടന്നു തന്നെ പോണമെന്നൊക്കെ. പറച്ചിൽ ഒരു വഴിക്ക്, പ്രവൃത്തി വേറൊരു വഴിക്ക്. അതല്ല സത്യം. സത്യം ഇനി സാറായിട്ട് വിസ്തരിക്കണ്ട. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയില് ഇത് തന്നെയാ ചർച്ച. എന്നാലും സാറിന്റെ കയ്യിരിപ്പുള്ള. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഹലോ, അതെ സദഭമയാണ്. ആ എന്താ സുന്ദരശേട്ടാ? ഇല്ല, മോഹനേട്ടൻ വന്നില്ല. ആ വരാൻ സമയമായി. എന്തെങ്കിലും പറയണോ? എന്താ സുന്ദരശേട്ടൻ എന്തായി പറയുന്നത്? മോഹനേട്ടൻ മദ്യപിക്കുന്നു? ഒരിക്കലുമില്ല. ആഹാ, പോലീസുകാരനോ? എവിടെ? എന്നിട്ട് അങ്ങനെ വരാൻ വഴിയേ ഇല്ല. സുന്ദരേശൻ ചേട്ടാ, പോലീസുകാരെന്നല്ല സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാലും ഇത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്റെ മോഹനേട്ടൻ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം? സുന്ദരേശേട്ടൻ പിന്നെ വിളിക്കേ. റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്ന സുന്ദരേശൻ ചേട്ടനാ. മോഹനേട്ടൻ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ചു വന്നു. ഇതൊക്കെ ആരേലും വിശ്വസിക്കോ? പച്ചക്കള്ളം. പോലീസ് അന്വേഷിച്ചെന്നുള്ള സത്യം. എന്താ? ആരോ പോലീസ് ഓടിച്ചപ്പോ എന്റെ പേരാ പറഞ്ഞു കൊടുത്തു. എന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. പോലീസ് സമൻസുമായിട്ട് വില്ലേജ് ഓഫീസിൽ വന്നു. അവർക്ക് കാര്യം മനസ്സിലാവാൻ പോവുകയും ചെയ്തു. പക്ഷെ നാട്ടുകാർ മുഴുവൻ പറയുന്നത് സത്യമാണെന്നാ. എങ്ങനെയോ വിവരം പുറത്തറിഞ്ഞു? എന്നെ വഴി കാണുന്നവരൊക്കെ തടഞ്ഞെടുത്ത് ചോദിക്കുക. സാരല്ല മോനേട്ടാ. മോഹനേട്ടൻ അറിയാത്ത ഏത് നാട്ടുകാരാ ഈ നാട്ടിലുള്ളത്? അവർക്കൊക്കെ സത്യം മനസ്സിലായിക്കോളൂ. എന്നാ ഞാനും കരുതിയത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല പാമേ. കഴിഞ്ഞ ആഴ്ച എന്നെ പുകഴ്ത്തി പറഞ്ഞ മെമ്പർ സോണം പോലും ഇത് വിശ്വസിച്ചിരിക്കുക. മോഹനേട്ടാ, സംഭവിച്ചെന്താന്ന് അറിയാമോ?
മോഹനേട്ടൻ ഈ നാട്ടിൽ ഭയങ്കര പ്രശസ്തനല്ലേ? പ്രശസ്തരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്താലും അത് വാർത്തയാവുന്നതാണല്ലോ മോഹനേട്ടൻ പറഞ്ഞത്. പ്രശസ്തരായ ആളുകൾ നല്ലത് ചെയ്താൽ മാത്രമല്ല, മോശമായിട്ട് എന്തെങ്കിലും ചെയ്താലും വാർത്തയാവുന്നുള്ളതാ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും 100 കണക്കിന് പേരെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനും കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിനും ഒക്കെ പോലീസ് പിടിക്കാറുണ്ടല്ലോ. അതൊന്നും വാർത്തയാവാത്ത എന്തുകൊണ്ടാ? അവരൊക്കെ സാധാരണക്കാര്. മോഹനേട്ടൻ അങ്ങനെയാണോ? നാട്ടുകാരുടെ കണ്ണിലുണ്ണിയല്ലേ? ഇപ്പഴാ എനിക്ക് മനസ്സിലായത് ഈ പ്രശസ്തിക്ക് ഇങ്ങനെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്തായാലും ഞാൻ അധികം പ്രശസ്തയാവാത്തത് നന്നായേ. നീ പ്രശസ്തല്ലേ ആരാ പറഞ്ഞേ? ഇന്നലെ നീ കേസ് വായിച്ച് ചേച്ചന്റെ പേരില് നിന്നെ ആരും നേരിട്ട് വിളിച്ചില്ലെന്നേ ഉള്ളൂ. ആളുകളുടെ ഇടയിലൊക്കെ ഭയങ്കര സംസാര വിഷയമായിട്ടുണ്ട്. സത്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സത്യവാക്കിലല്ലേ കേസ് വായിച്ച് അയച്ചത്? സത്യവാക്കിലല്ലേ ആ കേസ് വായിച്ച് അയച്ചതെന്ന്. അപ്പൊ ഞാൻ പ്രശസ്തിയായോ? അയ്യോ, എന്നാ ഇനി കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാനൊന്നും പോകുന്നില്ല. ആട്ടറിഞ്ഞ പ്രശ്നമല്ലേ? പ്രശസ്തി വളരെ രസമുള്ളൊരു ഏർപ്പാടാണ്. പക്ഷേ പ്രശസ്തിയോടൊപ്പം ചില പുലിവാലുകളും വന്നു പെടും എന്നതാണ് പ്രയാസം. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത മോഹനകൃഷ്ണനെ ഒരു നിമിഷം കൊണ്ട് നാട്ടുകാർ ഒരു കുടിയനാക്കി കളഞ്ഞെങ്കിലും അതൊന്നും കക്ഷിയുടെ പ്രശസ്തിയെ ബാധിക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.